ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തിൽ കൂടുതലായി ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഒരു 4-5 മാസം മുന്നേ പോയ ഒരു ട്രാവലിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഫെബ്രുവരി ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ 2 ദിവസത്തിന് വേണ്ടി പെട്ടെന്ന് സെറ്റ് ചെയ്തെടുത്തൊരു ട്രാവലായിരുന്നു ഇത് ഒട്ടുമേ പ്ലാൻഡ് അല്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് ഒട്ടും എഫേർട്ട് ഇടാണ്ട് പെട്ടെന്ന് ഈ ലാസ്റ്റ് മിനിറ്റ് സെറ്റാവുന്ന ട്രാവൽസ് എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതേപോലെ ഒരു വളരെ വളരെ ബ്യൂട്ടിഫുൾ ട്രിപ്പായിരുന്നു. എനിക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് പഴനിക്കാണ്. എൻ്റെ അമ്മ പൊതുവേ അങ്ങനെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒന്നും പറയാത്ത ഒരാളാണ്. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ പോലും വേണ്ട എന്നുള്ള ഉത്തരമാണ് മിക്ക സമയവും നമുക്ക് കിട്ടുക. ആ അമ്മ ഇടയ്ക്കും തലയ്ക്കായിട്ട് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. അത് ചിലപ്പോൾ അമ്മ കുറച്ച് നാൾ കഴിഞ്ഞാൽ മറന്നും പോകും. പക്ഷെ ഞാനത് മാക്സിമം മറക്കാണ്ടിരിക്കാനും നോട്ട് ചെയ്ത് വെക്കാനും അമ്മയ്ക്ക് അത് പറ്റണ പോലെ അല്ലെങ്കിൽ പറ്റുമ്പോൾ ചെയ്തു കൊടുക്കാനും ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങനെ അമ്മ എപ്പോഴോ എന്നോട് പറഞ്ഞിട്ടുള്ളൊരാഗ്രഹമാണ് എല്ലാവരും നാട്ടിലുള്ളപ്പോൾ ഒരിക്കൽ പഴനിക്ക് പോകണം. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ എങ്ങനെയൊക്കെയോ എല്ലാവരും കൂടി എത്തി. അപ്പോൾ ഇതെപ്പോഴും നടക്കണ ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും കൂടി ഒത്തു വന്നപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് പഴനി. ഇത് വെറും 2 ദിവസത്തെ ട്രിപ്പിനാണ് നമ്മൾ പോയത്. അപ്പോൾ കുറച്ച് അവിടെ പോയി റിലാക്സ് ചെയ്യാം അങ്ങനത്തെ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു. കൂടെയുള്ളത് അച്ഛനമ്മമാരാണ്, അപ്പോൾ അവർക്ക് കുറച്ച് ഹെക്റ്റിക് ആവുമോ, വയ്യായ വരുമോ എന്നൊക്കെ ഉള്ളത്. എന്നാലും നമ്മൾ വിചാരിച്ച് പോവാം, ആർക്കെങ്കിലും പറ്റാണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. പക്ഷേ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻസ് എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സന്തോഷവും അവരുടെ ഒരു എൻജോയ്മെൻറ്റും കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഫുൾ പവർ ട്രിപ്പായിരിക്കും എന്നുള്ളത്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഫുൾ വൈബായിരുന്നു. തിരിച്ച് ഞങ്ങൾ തൃപ്പൂണിത്തുറ എത്തണ വരെ. ഇതൊക്കെ സാമ്പിള്. ഇനി അടുത്ത വീഡിയോയിൽ കൊടൈക്കനാൽ എത്തിയിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറഞ്ഞുതരാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.